ഹലോ, ഇന്ന് ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ കസിൻസ് എല്ലാം കൂടെ ഒരു ട്രിപ്പ് പോയിട്ടോ. പ്രീ പ്ലാൻഡ് ഒന്നല്ലായിരുന്നു, പെട്ടെന്നുണ്ടായൊരു ട്രിപ്പായിരുന്നു. ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ 4 ബൈക്ക് എടുത്ത് ഞങ്ങൾ ഇറങ്ങി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ട്രിപ്പിൻ്റെ പ്ലാൻ ഇടാൻ തുടങ്ങിയിട്ട് കുറേ കാലമായിട്ട് ഇന്നാണ് ഇപ്പോൾ അത് നടന്നത്. അത് പറഞ്ഞാൽ പ്രീ പ്ലാൻഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് നടന്നതെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വയനാട് പോകാൻ തീരുമാനിച്ചു. കാര്യമായിട്ടൊന്നുമില്ല, കുറച്ചൊരു 3:30 ഇറങ്ങിയിട്ട് ഒരു രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ചെത്താന്നുള്ള രീതിയിൽ ജസ്റ്റ് ബൈക്കിൽ ഇങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്നുള്ള രീതിയിലായിരുന്നു ട്രിപ്പ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ 8 പേരായിരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ താമരശ്ശേരി ചുരമൊക്കെ കയറി കുറച്ച് മുകളിലെത്തിയപ്പോൾ നല്ല കോടയായിരുന്നു, അടിപൊളി കോട ഉണ്ടായിരുന്നു. ചെറിയ ചാരൽ മഴയും കൂടെ ആയപ്പോൾ പിന്നെ പറയാൻ വേണ്ട. ഞങ്ങൾ ഈ കാണുന്ന 8 പേരായിട്ടാണ് പോയിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് പെട്രോൾ പമ്പിൽ ഇറങ്ങി അവിടുന്ന് കുറച്ച് ചായയും കോഫിയൊക്കെ കഴിച്ചു. ഞാൻ വ്ളോഗ് എടുക്കുകയാണ് കേട്ടോ. ആദ്യത്തെ വ്ളോഗ് ആയതുകൊണ്ട് കുറച്ച് ചമ്മലൊക്കെ ഉണ്ട്, എങ്ങനെ എടുക്കാമെന്നൊന്നും അറിയില്ല. പിന്നെ ഇവരെല്ലാവരും നല്ല സപ്പോർട്ടായതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. അവിടെ നല്ല മഴയായിരുന്നു. പിന്നെ ഞങ്ങളൊന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മുകളിലേക്കൊക്കെ നല്ല മഴ, റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് പോയാൽ മതിയെന്ന്. അപ്പോൾ ഞങ്ങൾ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് പോയിട്ടോ. നല്ല വൈബായിരുന്നു. നമ്മൾ ഈ ഒരേ വൈബുള്ളവരെല്ലാവരും കൂടി പോകാമെന്ന് പറയുമ്പോൾ തന്നെ രസമാണല്ലോ. പിന്നെ ചായ കുടിക്കുക അവിടെ എടുത്ത് കണ്ട ഒരു ചെറിയൊരു ഹോട്ടലിൽ കയറിയിട്ട് വയനാട് എത്തിയതിന് ശേഷം ഒരു ചെറിയൊരു ഹോട്ടലിൽ കയറിയപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, പൊറോട്ട ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് നല്ല തണുപ്പായിരുന്നു, തണുപ്പ് സഹിക്കാൻ വയ്യായിരുന്നു. എന്തൊക്കെയോ പറഞ്ഞിട്ട് ചിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരൊക്കെ ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഒരു പറഞ്ഞ് കുറച്ച് നേരം ആകും ഫുഡാവാൻ. ഇത് ഇവരിവിടെ കളിക്കുന്ന വീഡിയോ എടുക്കുന്നതായിട്ട് കളിക്കുകയാണ് കേട്ടോ. പിന്നെ ഏട്ടൻ അവിടെ പൊറോട്ട ചൂടാൻ വേണ്ടി നിൽക്കല്ലേ, കൈ നല്ല തണുത്ത് മരവിച്ചിരുന്നു. അപ്പം അവിടെ പൊറോട്ടക്കല്ലുണ്ടല്ലോ, നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് കൈയൊക്കെ ഒന്ന് കാണിച്ച് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു കോഫി വാങ്ങി കുടിച്ചു. അതായത് ഈ പ്രാവശ്യത്തിനൊക്കെ ഫോട്ടോയും റീൽസിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് മെല്ലെ പുറപ്പെട്ടു. ഞാൻ അടുത്ത് എവിടെയെങ്കിലും കടകളുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ തൊട്ടടുത്ത് അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു കട കണ്ടുപിടിച്ചു. അവിടെയും ഫുഡ് ഉണ്ടാവുമെന്ന് അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവിധ ഫുഡും ഉണ്ടായിരുന്നു. വെള്ളപ്പം, പുട്ട്, ചിക്കന്, ബീഫ്, അങ്ങനത്തെ രാവിലത്തെ ചായക്കടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ച് ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരുന്നു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ ആ കടയിൽ. അങ്ങനെ ട്രിപ്പ് വന്നു പറഞ്ഞാൽ തോന്നുന്നുണ്ട്. അങ്ങനെ പുട്ടൊക്കെ വന്നു, ചിലവർ പൂരി വാങ്ങിച്ചിരുന്നു, പുട്ട് വാങ്ങിച്ചിരുന്നു, പിന്നെ ബീഫ്, ചിക്കനൊക്കെ വാങ്ങിച്ചിരുന്നു കേട്ടോ. രസമുണ്ടായിരുന്നു, കറികളൊക്കെ ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ നമ്മളിവിടുത്തെ രുചിയല്ല, വേറൊരു രുചിയായിരുന്നു കേട്ടോ അത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ വീണ്ടും നേരെ പുറപ്പെട്ടു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നല്ല വെയിലിറക്കാൻ തുടങ്ങി കേട്ടോ, മഴയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ നേരെ പോയത് എടയ്ക്കൽ ഗുഹയിലേക്കാണ്. എൻ്റെ അമ്മ ഒന്നും പറയണ്ട, പൂരി വെയിലായിരുന്നു. എൻ്റെ ബാഗിലൊരു കുട ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്. പക്ഷെ ആ കുട ഉള്ളതുകൊണ്ട് ആ കുടയ്ക്ക് അടിയായിരുന്നു. ലാസ്റ്റ് കൊണ്ടുപോയി എനിക്ക് കുട കിട്ടിയതുമില്ല, ഒരാരൊക്കെയാണ് കുട ചൂടിയും ചെയ്ത്. ഇതേണ്ടില്ല, കുടയ്ക്ക് അടി കൂടിയിട്ട് എൻ്റെ കുടൻ്റെ ഉള്ളിൽ അവർ രണ്ടാളും നിൽക്കുന്നത്. ഞങ്ങൾ 3 പേരും പുറത്തായി, നടക്കാനും പറ്റുന്നില്ല, ഭയങ്കര വെയിലും. എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ പുറത്തുള്ള ശബ്ദം കൊണ്ട് വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നു. വെയിലുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ കാണിക്കുന്നത്, അത്രയ്ക്ക് വെയിലായിരുന്നു. കുറച്ച് മുമ്പ് വരെ, അതിൻ്റെ 1 മണിക്കൂർ മുമ്പ് വരെ മഴയായിട്ട് ഞങ്ങൾ റെയിൻകോട്ട് ഇട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കദം കദം മിലായേ ജാ ഗഗൻ ഗഗൻ झुकाए जा रख हौसला कर फैसला तुझे वक्त बदल. പിന്നെ അവിടെ കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പലതരത്തിലുള്ള കുറേ സാധനങ്ങളുടെയും പിന്നെ അതുപോലെ തന്നെ സ്റ്റോളുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കുത്തനുള്ള കയറ്റം ഒന്നും പറയണ്ട. ഈ ബാക്കിൽ ഇവരിങ്ങനെ മെല്ലെ വരുന്നുണ്ടല്ലോ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾക്ക് കാണാം, ഒരു പൊടി പോലും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓലൊക്കെ എങ്ങോട്ടാ പോയി എന്നറിയില്ല. ഏട്ടനൊക്കെ പിന്നെ എവിടെയോ മുന്നിലെത്തിയിരുന്നു.
ഇതേ കുറച്ച് നിർത്താൻ എന്താണെന്നറിയോ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൂടെയുള്ളവരൊന്നും കാണാനില്ല, ഓരൊക്കെ എവിടെയോ എത്തി. ഞങ്ങൾ 3 പേര് മാത്രം മെല്ലെ മെല്ലെ നടന്നു പോകുന്നു. ഞങ്ങൾ പിന്നെ ഉപ്പിലിട്ടതും മോരും സർവത്തൊക്കെ കുടിച്ച് സാവകാശം അങ്ങനെ നിന്ന്. ഓരിനി അഥവാ തിരിച്ചു വരണമെങ്കിൽ ഓരോ കൂടെ താഴത്തേക്ക് തിരിച്ചിറങ്ങാന്നുള്ള രീതിയിൽ. 50 രൂപയ്ക്ക് 3 മാങ്ങയുണ്ട്. ചേച്ചി ഞങ്ങൾ ക്ഷീണം കണ്ടിട്ടാ തോന്നുന്നുണ്ട് 6 കഷ്ണം മാങ്ങയൊക്കെ തന്ന്. പിന്നെ അതൊക്കെ അവിടെ നിന്ന് കഴിച്ച് കുറച്ച് നേരം അവിടെ നിന്നു. അഥവാ ഓരവിടെ ഇടയ്ക്കൽ ഗുഹ കയറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിൽ തിരിച്ച് ഓരോ കൂടെ താഴത്തേക്ക് പോവാലോ. മാങ്ങ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം നിന്നിട്ട് ഓരോ പൊടി പോലും കാണില്ല എന്ന് തോന്നിയപ്പോൾ വീണ്ടും ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ഒരറ്റല്ലാത്ത യാത്ര എന്നൊക്കെ പറയില്ല, അതേപോലെ ആയിരുന്നു. പിന്നെ കുറച്ച് എത്തിയപ്പോൾ പിന്നെ അവരെ കാണാൻ തുടങ്ങിയേ. ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു, അതോ ഒരു സ്ലോ ആയതുകൊണ്ടാണെന്ന് അറിയില്ല. പിന്നെ അവിടെ ഒരു എൻട്രി കണ്ടു, എടക്കൽ ഗുഹേൻ്റെ എൻട്രി കണ്ടപ്പോൾ കുറച്ച് സമാധാനമായി. എത്തിയല്ലോ എന്നുള്ളൊരു ആശ്വാസമായിരുന്നു. അപ്പോൾ ഒരു ഞങ്ങൾക്കുള്ള ടിക്കറ്റ് എടുത്തിട്ട് ഒരു ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. സത്യം പറയാലോ, ഞങ്ങൾ വിചാരിച്ചു ഇവിടെ എത്തിയപ്പോൾ എടക്കൽ ഗുഹ എത്തി, ഇവിടെ അടുത്ത് എവിടെയോ ഉണ്ട് എന്നുള്ളത്. പിന്നീട് 1.5 പണിയാണ് ഇനി കിട്ടാൻ പോകണമെന്ന് മനസ്സിലായത്. കാണുമ്പോൾ മനസ്സിലാവും. അതേ ആ കാണുന്ന കുന്നുണ്ടല്ലോ, അത് മൊത്തം കയറിയിട്ട് വേണം ഗുഹയിലെത്താൻ വേണ്ടിയിട്ട്. ദേ ആ കാണുന്നത് അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ എങ്ങനെയാ തലയൊക്കെ താത്തിയിട്ടാണ് പോയത്. അവിടെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അറിയിപ്പൊക്കെ ഉണ്ടായിരുന്നു നിശബ്ദത പാലിക്കുക എന്ന്. പക്ഷെ ഭയങ്കര സൗണ്ടായിരുന്നു. പിന്നെ നമ്മളെ നാട്ടിലുള്ള കുറേ പേരുണ്ടായിരുന്നു. ഓരെങ്ങനെയാണ് ഞങ്ങളെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മുടെ സ്ലാങ് കേട്ടിട്ട് നിങ്ങൾ ഇന്ന ജില്ലക്കാരാണോ എന്ന് ചോദിച്ചു. മഞ്ഞുമൽ ബോയ്സ് ഇല്ലേ, അതിൽ ഗുണാക്കേവിൻ്റെ മോളിക്ക് നോക്കുമ്പോൾ ആകാശം കാണൂലേ, അതുപോലെ എനിക്ക് തോന്നിയോ? ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ട് ഞങ്ങൾ പറയുകയും ചെയ്ത് അതുപോലെ ഉണ്ടെന്ന്. പിന്നെ ഞങ്ങൾ അവിടെ കണ്ട പാറയമ്മിൽ കുറച്ച് നേരമൊക്കെ ഇരുന്ന്. പിന്നെ വീണ്ടും താഴേക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കൽ ഗുഹ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ താഴേക്കൊക്കെ പോയപ്പം എന്താ പറയുക, അടിപൊളിയായിരുന്നു. നമ്മൾ UP-യിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, പണ്ടത്തെ ആദിവാസികൾ എഴുതി വെച്ചിരുന്ന, പാറയിൽ കല്ലുകൊണ്ട് എഴുതി വെച്ചിരുന്ന കുറേ എഴുത്തും പോലെ പ്രത്യേകതരം ലിപികളുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുറേ രൂപങ്ങൾ, ഒരു വേട്ടയാടുന്നത്, അതൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല അത്ഭുതം തോന്നും. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചതൊക്കെ ആകുമ്പോൾ ഒരു സന്തോഷം തോന്നും. അന്നത്തെ കാലത്തെ ആളുകൾ, മനുഷ്യർ ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നവരായിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. ഇത് കണ്ടില്ല, അത് കറക്റ്റ് ഗുണാകേവ് പോലല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചിറങ്ങുന്ന സമയത്ത് വീഡിയോ എടുക്കാനുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ക്യാമറ ഒക്കെ ഓഫ് ചെയ്ത് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. തിരിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ റൂട്ട് എന്താണെന്ന് വെച്ചാൽ വയനാടൊക്കെ എല്ലാവരും പോയതായതുകൊണ്ട് ബന്ദിപ്പൂർ കാടുണ്ടല്ലോ, അതിലൂടെ കയറാമെന്നായിരുന്നു പ്ലാന്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നിർത്തിയൊക്കെ ചെയ്തിട്ടോ. നല്ല രസമുള്ളൊരു സ്ഥലം കണ്ടു. അപ്പോൾ എല്ലാവരും അവിടെ ഇറങ്ങണുണ്ട്. അപ്പം ഞങ്ങൾ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ. പെട്ടെന്ന് ഒരു ഫോറസ്റ്റ് ഓഫീസർ വന്ന് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഓടിച്ച് വിട്ടു. അത് ബൈക്കിലെ യാത്ര അടിപൊളിയാണ് കേട്ടോ. പ്രത്യേകിച്ച് കാടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അടിപൊളിയാണ്. പക്ഷേ റൂട്ടിൽ ഞങ്ങൾ ആനേനെയോ വല്ല മാനേനെയോ ഒക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. ഒരു കാക്കേനെയും പൂച്ചേനെയും പോലും കാണാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഭയങ്കര വൈബായിരുന്നു കേട്ടോ. ക്ലൈമറ്റ് നല്ല അടിപൊളിയായിരുന്നു. പെട്ടെന്ന് ഞങ്ങൾ പ്ലാൻ മാറ്റി. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ അറിയില്ല, ഇൻസ്റ്റയിലുണ്ട് ഒരു ഒരുപാട് റീലൊക്കെ വന്നിട്ടുണ്ടെന്നല്ലോ. ബാലഗോപാലസ്വാമി ക്ഷേത്രം, അവിടെ ആന വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ റീൽ. അപ്പോൾ ആ റൂട്ടിലാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇടയ്ക്ക് നല്ല മഴക്കാറും മഴയും കിട്ടിയിട്ടോ. പെട്ടെന്ന് ആ വെയിലൊക്കെ പോയിട്ട് നല്ലോണം കാർമേഘം മൂടി ഇരുട് പോലെയാണ്. മഴയും പെയ്തു, ചെറുതായിട്ട് മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. तो बंदया रुकना तो बंदया राह पे चल बंदया डरना तो बंदया रुकना तो बंदया राह पे चल बंदया डरना तो बंदया कदम कदम मिला है जा गगन गगन. സത്യം പറഞ്ഞാൽ പിന്നെ തണുപ്പ് സഹിക്കാൻ വയ്യെന്ന് കേട്ടോ. ഈ തണുപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് കാണുന്ന കോപ്രായാണ്ടേ കാണുന്നത്. ഭയങ്കര ഒച്ചപ്പാടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ ബാലഗോപാലസ്വാമി ക്ഷേത്രത്തിലെത്തിട്ടോ.
ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അങ്ങോട്ട് അവിടെ ആ ക്ഷേത്രത്തിലൊക്കെ എല്ലാവർക്കും പോവട്ടെ, ജാതി വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ അവിടെ അവരുടെ ബസ്സിൽ നമ്മളെ കൊണ്ടുപോയി ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ബസ് ഫുള്ളായിരുന്നു. അപ്പോൾ ബസ്സിൽ കയറണോ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നു. പിന്നെ ബസ് എടുത്തപ്പോൾ എല്ലാവരും കൂടെ ഓടി കയറി. അവിടെ നിന്നിട്ടാണ് കേട്ടോ അവിടെ വരെ പോയത്. പക്ഷെ നല്ല രസമായിരുന്നു യാത്ര. ഒരുപാട് പേരുണ്ടായിരുന്നു. നല്ല എന്താ പറയുക, ട്രക്കിംഗ് ഒക്കെ പോലെയായിരുന്നു. ചെരുവിലൂടെയൊക്കെ കുന്നും ചെരുവ് മലയൊക്കെ ആയിട്ട്. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ നിൽക്കായതുകൊണ്ട്. അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ആകാശത്തേക്കൊക്കെ നോക്കുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ, അടിപൊളിയായിരുന്നു. എന്താ പറയുക, നല്ല കാറ്റും ഒരു ഊട്ടിലൊക്കെ പോയൊരു വൈബായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് റീൽസും വീഡിയോസൊക്കെ എടുത്തിട്ടോ. നല്ല കാറ്റ്, നല്ല സുഖമുള്ളൊരു കാറ്റെന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നു. പിന്നെ കുറേ കച്ചറകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് കടന്നു. ഈ അമ്പലം അടിപൊളിയാണ് കേട്ടോ, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് വന്ന് നോക്കണേ. നല്ല എന്താ പറയുക, പീസ്ഫുൾ എന്നൊക്കെ പറയില്ല, അതുപോലെ നല്ല പീസായിട്ടുള്ളൊരു കാമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. കുറേ പേരുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ബഹളം ഒച്ചപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് ചെറിയൊരു അമ്പലം കേട്ടോ, ഉള്ളിലേക്ക് തൊഴാനൊന്നും കയറാൻ പറ്റുമെന്ന് അറിയില്ല, ഞങ്ങൾ അങ്ങനെയൊന്നും കയറില്ല. അമ്പലത്തിൻ്റെ പുറത്ത് ഇങ്ങനെ കുറച്ച് നേരം നടന്നു, കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. അത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇവിടെയാണ് അത്ര രാവിലെയും വൈകുന്നേരം ഒരു ആന വരും അത്ര. ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല, കാരണം ഞങ്ങളൊരു 3:30 ആ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ വരുന്നവർക്കൊക്കെ ഇവിടുന്ന് പ്രസാദം ഉണ്ട് കേട്ടോ, ഒരു 3 തരം ഫുഡ്. ഇവിടെ പായസം അവരുടെ ടൈപ്പ് ഫുഡാണെന്ന് തോന്നുന്നുണ്ട്. പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബാക്കിയൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഒന്നൊരു ഫ്രൈഡ് റൈസിൻ്റെ ഒരു രുചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൊണ്ട്, പക്ഷെ വിശന്നിരിക്കണ സമയമായതുകൊണ്ട് നല്ല ടേസ്റ്റ് വന്നിട്ട് എല്ലാവരും അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. വരുന്ന എല്ലാവർക്കും ഫുഡ് കിട്ടും കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകി വെച്ച് ഏട്ടൻ്റെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങുകയാണ്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ബാഗ്. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങാൻ നിൽക്കുമ്പോൾ നല്ല മഴ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഓടുകയാണ്, കാരണം ഇങ്ങോട്ടേക്ക് പ്ലാസ്റ്റിക് കവർ റെയിൻകോട്ടൊന്നും കടത്തി വിടില്ല, അതൊക്കെ അവരവിടെ വാങ്ങിച്ച് വെക്കും. ഞങ്ങൾ തിരിച്ചിങ്ങോട്ടേക്ക് പോരുമ്പോൾ ബസ്സിൽ വേഗം ഓടി കയറിയതുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. എല്ലാവരും സീറ്റിലിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ മുത്തങ്ങ വഴിയായിട്ട് പോകുന്നത്. അപ്പോൾ അതേ കുറേ വെറൈറ്റി കുരങ്ങന്മാരെ കണ്ടു. പിന്നെ കുറേ മാനുണ്ടായിരുന്നു. ഈ കുരങ്ങന്മാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, മുഖം മാത്രം കറുത്ത കളറായിരുന്നു. പിന്നെ കുറേ മാൻകൂട്ടങ്ങളുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു, ഒരു 5:30-6 മണിയൊക്കെ ആയിരുന്നു. ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ 2 സൈഡിലും നിറയെ മാൻകൂട്ടങ്ങളായിരുന്നു. പിന്നെ അത് അതുപോലെ തന്നെ മാനും മയിലും, നിറയെ മാനും ഉണ്ടായിരുന്നു, മയിലും ഉണ്ടായിരുന്നു, എല്ലാം എടുത്തു. പിന്നെ കണ്ടില്ലേ നമ്മുടെ സ്റ്റാർ ആന, മൂപ്പര് കുറച്ച് കലിപ്പിലായിരുന്നു. പക്ഷെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിർത്തിയിട്ട് കണ്ടു, നോട്ടം കണ്ടില്ല, ശരിയല്ല. ഇതാ മയിൽ. പിന്നെ അത് കാണുന്ന പാറക്കെട്ടല്ല കേട്ടോ, 3 ആന കൂട്ടങ്ങളുണ്ടായിരുന്നു. ഇതേ കണ്ടില്ല, ഒരു കൊമ്പൻ. മൂപ്പര് ഭയങ്കര കലിപ്പിലെന്ന് തോന്നുന്നു. ഞങ്ങൾ കുറച്ച് നേരം മെല്ലെ ഇങ്ങനെ എടുത്തേക്ക് ഇങ്ങനെ നിന്നു. നോട്ടം ശരിയല്ല എന്ന് കണ്ടപ്പോൾ മെല്ലെ പോന്നു. ഒറ്റയാനാണ്, നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. അതാ വേറൊരാളത് നടന്നു പോണു. നിറയെ ആനേനെയും മാനിനെയും അതുപോലെ തന്നെ മയിലിനെയും കണ്ടു. ഇതാ മയിലിതാ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇതാ പോരാണ്. പിന്നെ മഴയൊന്നും കിട്ടുന്നില്ല കേട്ടോ. നമ്മൾ തിരിച്ച് നാടുകാണി കൂടെ ഉണ്ടായിരുന്നത്. പോയപ്പോൾ താമരശ്ശേരി ചുരത്തിലൂടെ കയറിയിട്ട് നാടുകാണി ചുരത്തിലൂടെ ഇറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ചുരം പകുതിയൊക്കെ ആയപ്പോൾ പേരിന് മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു. പേടിയാവും മഴേൻ്റെ ശബ്ദം കേട്ടിട്ട്, അത്രയും സൗണ്ടും മഴയും. എന്തായാലും അടിപൊളി ട്രിപ്പായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ മെമ്മറി ആയിട്ടുള്ള ഓരോ ട്രിപ്പുകൾ ഉണ്ടാവില്ല, എന്താണെന്ന് കമൻറ്റ് ചെയ്യട്ടോ, നമുക്ക് അറിയാലോ.